അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചു മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ 10ാമത്തെ അധ്യായം. എന്താണ് ഇതുവരെ നമ്മൾ പഠിച്ചത്? വസീമും റാബിയയും ഉപ്പ ഗൾഫിൽ നിന്ന് വരികയാണ്, എയർപോർട്ടിലേക്ക് വിളിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അതുപോലെ തന്നെ അവർ കാറിലേക്ക് കയറുകയാണ്. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ രണ്ട് ദിക്റുകൾ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചു. അതുപോലെ തന്നെ ട്രാഫിക് റൂൾസുകൾ നമ്മൾ പഠിച്ചു. റെഡ് ലൈറ്റ് തെളിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിർത്തണം, വണ്ടി നിർത്തണം. ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ വണ്ടി പുറപ്പെടണം, നമുക്ക് പുറപ്പെടാനുള്ള സൈനാണത്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടണം കാർ ഓടിക്കുന്ന ആളുകൾ, ബൈക്കൊക്കെ ഓടിക്കുന്ന ആളുകൾ ഹെൽമെറ്റ് ഇടണം. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് കടന്നു വരാം. തെദരീബാത്തിലെ ഒന്നാമത്തെ നഖറു വ നഫമു, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ വായിക്കാൻ നമുക്ക് കിട്ടണം, അതിൻ്റെ അർത്ഥവും കിട്ടണം. ഇത് ഒരുപാട് വട്ടം പ്രാവശ്യം വായിച്ചിട്ട് നമുക്കിതിൻ്റെ അർത്ഥം പഠിക്കാം. കാരണം ഇത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ദിക്റുകളുടെ അർത്ഥങ്ങളാകുന്നു. ഒന്ന് ഇൻഷാ അള്ളാഹ്, നമ്മളെപ്പോഴും പറയുന്ന ഒരു പദമാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചാൽ. പിന്നെ തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹു താലയിൽ ഭരമേൽപ്പിക്കുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു താലയിൽ ഏൽപ്പിക്കുന്നു. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുയിൽ ഏൽപ്പിക്കുന്നു. തവക്കൽതു അലല്ലാഹ്. ഇനി അടുത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു അല്ലാതെ യാതൊരു കഴിവും ശേഷിയുമില്ല. അള്ളാഹു താലാക്കല്ലാതെ യാതൊരു കഴിവും ശേഷിയുമില്ല. അപ്പോൾ അള്ളാഹു താലാക്കാണ് കഴിവും ശേഷിയൊക്കെ ഉള്ളത്, അള്ളാഹു താലാക്കാണ്. അതിനകത്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി അടുത്ത് സുബ്ഹാനല്ലദി. അപ്പം നമ്മൾ ആദ്യം പഠിച്ചില്ലേ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ദിക്റല്ലത്. ആ ദിക്റിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കിട്ടി. ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാണ് പോകുന്നത്, എല്ലാ കഴിവുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്നത്. ഓക്കെ. അടുത്തത് സുബ്ഹാനല്ലദി. ഇനി വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റിൻ്റെ അർത്ഥമാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻറ്റൻസിൻ്റെ അർത്ഥങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? സുബ്ഹാനല്ലദി സഖറ ലനാ, അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് അള്ളാഹു താല അല്ലാതെ യാതൊരു കഴിവും ശേഷിയില്ല എന്ന് നമ്മൾ മുന്നത്തേൻ്റെ അർത്ഥം പഠിച്ചു. ഇനി സുബ്ഹാനല്ലദി സഖറ ലനാ, നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു താലയെ ഞാൻ വാഴ്ത്തുന്നു. നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു താലയെ ഞാൻ വാഴ്ത്തുന്നു. നമുക്ക് കീഴ്പ്പെടുത്തി തന്നു, ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നില്ലേ, ആ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. വാഴ്ത്തുന്നു പറഞ്ഞാൽ സ്തുതിക്കുന്നു അർത്ഥം. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, നമുക്ക് സ്വയം ഇത് സാധിക്കുന്നതല്ല. എന്താണ്? നമുക്ക് സ്വയം ഇത് സാധിക്കുന്നതല്ല. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് സ്വയം ഇത് സാധിക്കുന്നതല്ല. ഇനി അടുത്തത് വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നാം നമ്മുടെ റബ്ബിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നവരാണ്. അപ്പോൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു താല ഈ വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, ഇത് നമുക്ക് സ്വന്തമായിട്ട് സാധിക്കുന്നതല്ല. നമ്മളെല്ലാം മടങ്ങുന്നത് അള്ളാഹുയിലേക്കാണ്. മരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ മടങ്ങുന്നത് എവിടേക്കാണ്? അള്ളാഹുയിലേക്കാണ് എന്നുള്ള മഹത്തായ ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാഹനത്തിൽ കയറേണ്ടത്. എപ്പോഴും നമ്മൾ ചെല്ലണം കേട്ടോ. പഠിച്ചത് നമ്മൾ പ്രാക്ടിക്കലാക്കണം. നെക്തഷിഫ്. ട്രാഫിക് രണ്ടാമത്തെ ചോദ്യമാണ്. ട്രാഫിക് നിയമങ്ങൾ കണ്ടെത്തുക. ഞാൻ കുറച്ച് ട്രാഫിക് നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാഠത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്രാഫിക് നിയമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ച ട്രാഫിക് നിയമങ്ങളാണ് ഹെൽമെറ്റ് ധരിക്കണം, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടണം, ഇരുചക്ര വാഹനക്കാർ ഹെൽമെറ്റ് ധരിക്കണം, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടണം, അതുപോലെ തന്നെ റെഡ് ലൈറ്റ് തെളിഞ്ഞാൽ വണ്ടി നിർത്തണം, ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം മുന്നോട്ടെടുക്കണം. ഇതാണ് നമ്മൾ പഠിച്ചത്. ഞാൻ ഒന്നുകൂടി കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുക, ഒന്ന്. എതിർവശത്ത് നിന്നും വരുന്ന വാഹനത്തിന് വലതുവശം നൽകുക, ട്രാഫിക് സിഗ്നലുകൾ പാലിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കുക. 5 കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബുക്കിലുള്ള അതുപോലെ തന്നെ എഴുതാം. നിങ്ങൾക്ക് അറബി മലയാളത്തിലാണ് ഉള്ളതും എഴുതേണ്ടത്. ഞാൻ മലയാളത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ബുക്കിൽ അറബി മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആൻസർ എഴുതേണ്ടത് അറബി മലയാളത്തിൽ തന്നെയാണ്. അറബി മലയാളം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. കാരണം നമുക്ക് എക്സാമിന് എഴുതാനുള്ളത് അറബി മലയാളത്തിലാണ്. ഫുൾ മാർക്ക് നമുക്ക് സെറ്റാക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് നുബയ്യിനുൽ മഅനൽ ഇഷാറ. ഈ ഇഷാറത്തിൻ്റെ ഈ ചിഹ്നങ്ങളുടെ അർത്ഥം
നിങ്ങൾ വിശദീകരിക്കണം. നുബയ്യന് വിശദീകരിക്കുക. ഈ അർത്ഥം നമ്മൾ കാണുന്നില്ലേ? ഒന്നാമത്തെ ഒരു കുട്ടി, രണ്ട് കുട്ടികളുടെ ഫോട്ടോ ഉള്ള ഒരു ചിഹ്നം അല്ലേ? നോക്കുക, അതെവിടെയാണ്? ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് സ്കൂളുണ്ട് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്കൂൾ ഉണ്ടാകുമ്പോൾ ഡ്രൈവർമാർ എന്താ ചെയ്യേണ്ടത്? പതുക്കെ വാഹനം ഓടിക്കണം. അതിനുള്ള സൂചനാ ഫലകമാണ് എന്ത്? ഇവിടെ അടുത്ത് സ്കൂളുണ്ട് എന്ന് പറയില്ലേ, അത് ഈ ചിഹ്നമാണ് അതിനെ സൂചിപ്പിക്കുന്നത്. രണ്ട് കുട്ടികളുടെ ചിഹ്നം. ഓക്കെ, അത് കിട്ടി അല്ലേ? അത് നിങ്ങൾ ഇവിടെ എഴുതണം. ഇത് സ്കൂൾ അടുത്തുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ചിഹ്നം ഇത്. ഈ കാണുന്ന ചിഹ്നം എന്താണ്? വലത്തോട്ട്, റൈറ്റ് സൈഡിലേക്ക് വളവുണ്ട് എന്നുള്ളതിന് സൂചിപ്പിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ട് വളവുണ്ട് എന്നുള്ള റൈറ്റ് കർവിനെ സൂചിപ്പിക്കുന്നു. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? റൈറ്റ് കർവിനെ സൂചിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തെ ചിഹ്നം കണ്ടില്ല? ഞാൻ ഒന്നുപാടി വിശദീകരിച്ചിട്ട് ആ ചിഹ്നം കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ചിഹ്നം നമുക്ക് ഈ ചിഹ്നമായിട്ട് കാണാം. ഇതെന്താണ്? അമ്പുണ്ട്. നമ്മൾ അമ്പ് എന്ന് പറയില്ല, റോഡിൻ്റെ സൈഡിൽ കുറച്ച് വലുത് നല്ല സ്പീഡിൽ പോവാതിരിക്കാൻ വേണ്ടി റോഡിൻ്റെ ഇടയിൽ ചില ഭാഗങ്ങളിൽ ഘടിപ്പിക്കുന്ന ഒരു അമ്പ് സിസ്റ്റം, അതായത് കുറച്ച് കൂനായിട്ടുള്ള അതുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത്. അമ്പ് ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ്, അമ്പുള്ള ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ. ഇനി അടുത്തത് ഈ കാണുന്ന ചിഹ്നം, അതായത് ഈ ചിഹ്നം എന്തിനായിരിക്കും? റെയിൽവേ ട്രാക്ക് മുന്നിലുണ്ട്, റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ റെയിൽവേ ട്രാക്ക് ഉണ്ടാകുമ്പോൾ റെയിൽ ഗാഡി വരുന്ന സമയത്ത്, ട്രെയിൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെട്ടു പോകും. അതിനെ സൂചിപ്പിക്കാനാണ്. ഇനി അടുത്ത ചിഹ്നം, അഞ്ചാമത്തെ ചിഹ്നം എന്താണ്? ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഞാനതൊന്ന് വിശദീകരിച്ച് കാണിച്ചു തരാം. ഇതാണ് ആ ചിഹ്നം. നമ്മൾ റോഡിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കാണാറുള്ള ഈ വെള്ളവരകൾ എന്താണ്? ഇത് നമുക്ക് നടക്കാനുള്ള പാതയാണ്. പെഡസ്ട്രിയന് നമുക്ക് ആർക്കെങ്കിലും റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെയോ ഈ ഭാഗത്തു നിന്ന് മാത്രമേ ക്രോസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഡ്രൈവറുടെ കടമയാണെന്ത്? ഈ ഒരു അടയാളം കണ്ടു കഴിഞ്ഞാൽ, സീബ്ര ക്രോസിംഗ് എന്നാണിത് പറയാ, ആ അടയാളം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരുടെ ആളുകളുണ്ടെങ്കിൽ വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് ആളുകൾക്ക് പോകാനുള്ള ഇടം കൊടുക്കണം. അതാണ്. അപ്പോൾ 5 എണ്ണവും നമുക്ക് മനസ്സിലായി. അത് കൃത്യമായിട്ട് അറബി മലയാളത്തിൽ എഴുതുക. തെറ്റൊക്കെ ഉണ്ടാവും, ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ ഗ്രാജുവലായിട്ട് ആ തെറ്റൊക്കെ തിരുത്തി നമ്മൾ അറബി മലയാളത്തിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എഴുതാൻ പഠിക്കും കേട്ടോ. ഇനി അടുത്തത് നുജീബ്, നമുക്ക് ചോദ്യോത്തരം നൽകാം. ചോദ്യോത്തരം എന്നാ? ഒന്നാമത്തെ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് എന്തിന്? ഇത് ബുക്കിൽ എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് ഞാൻ കാണിച്ചു തരാം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് എന്തിന്? അത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒന്ന്, സുരക്ഷയാണ്, നമ്മുടെ ട്രാഫിക് സുരക്ഷയാണ് മെയിൻ കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുപാടി മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടത് സുരക്ഷിതത്വത്തിനും സുഗമമായ ഗതാഗതത്തിനും. റെഡ് ലൈൻ പോകുമ്പോൾ നമ്മൾ നിർത്തണമെന്നും, ഗ്രീന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വാഹനം മുന്നോട്ടെടുക്കണമെന്നും പറഞ്ഞില്ലേ. സുഗമമായ ഗതാഗതം, അതായത് സുഗമമായ ഗതാഗതത്തിനും, അതുപോലെ നിയമലംഘനങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന പിഴകൾ ഒഴിവാക്കാനും വേണ്ടിയാണ്. അപ്പോൾ നിയമലംഘനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ആണ്. അപ്പം പുസ്തകത്തിലുള്ളതുപോലെ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതേ സാധനം ഈ മലയാളത്തിൽ കൊടുത്താൽ അറബി മലയാളം ആക്കാം. രണ്ടും ചെയ്യാം കേട്ടോ. ബുക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെഡ് ലൈറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെയാണ് റെഡ് ലൈറ്റ് വരുന്നത്. റെഡ് ലൈറ്റ് തെളിഞ്ഞാൽ വണ്ടി നിർത്തണം, അതൊരു ട്രാഫിക്കാണ് നിയമമാണ്. അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം മുന്നോട്ട് എടുക്കണം എന്ന് നമ്മൾ എഴുതണം. അതാണ് വ്യത്യാസം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. യാത്രക്കാരൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്തു ചൊല്ലണം? എന്താണ് ചൊല്ലേണ്ടത്? യാത്രക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടതെന്ന് നമ്മൾ ആദ്യം പഠിച്ച ദുആയാണ്. എന്താണത്? നമുക്ക് നോക്കാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റാണ് ചൊല്ലേണ്ടത്. ഈ ദിക്റാണ് യാത്രക്കാരൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ചൊല്ലേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. വാഹനം കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്? വാഹനം കയറുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അധ്യായത്തിൽ. കാറ് വന്നു, വാഹനത്തിൽ കയറുമ്പോൾ ഒരു ദിക്ർ ചൊല്ലി. ആ ദിക്റാണ് നമ്മൾ ഇവിടെയും ചൊല്ലേണ്ടത്. എന്താണത്? നമുക്ക് നോക്കാം.
ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഈ രണ്ട് ദിക്റുകളും നമ്മൾ കാണാതെ പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇത്രയെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എയർപോർട്ടിലേക്ക് വണ്ടിയിൽ യാത്ര ചെയ്തവർ ആരെല്ലാമാണ് യാത്ര ചെയ്തത്? നിങ്ങൾക്കറിയാം ആരൊക്കെയാണ്, ഞാൻ പറഞ്ഞുതരാം ആരൊക്കെയാണ്. എയർപോർട്ടിലേക്ക് വസീമുണ്ട്, ഉമ്മയുണ്ട്, റാബിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മൂത്താപ്പയുണ്ട്. 4 ആളുകളുടെ പേരാണ് നമ്മൾ അധ്യായത്തിൽ പഠിച്ചിട്ട് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. 4 ആളുകൾ. അപ്പോൾ ആ 4 ആളുകളുടെ പേരും ആ ചോദ്യത്തിന് ആൻസറായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്തിന്? ഈ ചോദ്യത്തിന് ആൻസർ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്തിന്? സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്താ? സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലേ? സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് എന്നുള്ളൂ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്ന് എഴുതുക. സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. കിട്ടിയല്ലോ? ആൻസറും നമുക്ക് കിട്ടി, അൽഹംദുലില്ലാ. ഇനി അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. ഇനി നുൻഷ്യൂൽ ജുമല ഉണ്ടാക്കാൻ. ജുമല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഉണ്ടാക്കാം. സെൻറ്റൻസ് ഉണ്ടാക്കേണ്ട നമുക്ക് സെൻറ്റൻസ് മേക്ക് ദ സെൻറ്റൻസ് സ്കൂളിൽ പലപ്പോഴും കാണാം. ഇൻഷാ അല്ലാ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇൻഷാ അല്ലാ ഉപ്പ രാവിലെ വരും. അങ്ങനെ പറഞ്ഞൂടെ? ഉപ്പ രാവിലെ 7 മണിക്കെത്തും. ഇൻഷാ അല്ലാ ഉപ്പ രാവിലെ 7 മണിക്കെത്തും. അത് നമ്മൾ ബുക്കിൽ നോക്കി എഴുതി. ഇനി അടുത്തതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്തത് എന്താണ്? നമുക്ക് അടുത്തത് രാവിലെ വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. അവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. രാവിലെ എന്നുള്ള പദം അവിടെ ഉണ്ട്. ഉപ്പ രാവിലെ 7 മണിക്കെത്തും. അങ്ങനെ എഴുതിയാൽ മതി. ഉപ്പ രാവിലെ 7 മണിക്കെത്തും. അപ്പം നമ്മുടെ രണ്ടാമത്തെ ആൻസറായി. ഇനി അടുത്ത ആൻസറിലേക്ക് നമുക്ക് വരാം. സ്വീകരിക്കുക. ആരൊക്കെയാണ് സ്വീകരിച്ചത്? ഉപ്പയെ സ്വീകരിച്ചത്. മൂത്താപ്പല്ലേ സ്വീകരിച്ചത്? മൂത്താപ്പ ഉപ്പയെ സ്വീകരിച്ചു. അങ്ങനെ എഴുതി കൂടെ? മൂത്താപ്പ ഉപ്പയെ സ്വീകരിച്ചു. എയർപോർട്ടിൽ നിന്നിട്ട് ലഗേജുമായിട്ട് ആരാ വരുന്നത്? ഉപ്പ വരികയാണ്. ആ മൂത്താപ്പ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തില്ലേ? അപ്പോൾ സ്വീകരിക്കല്ലേ ചെയ്തത്? റിസീവ് ചെയ്തു, വെൽക്കം ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ഒന്നുകൂടെ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് കടന്നു വന്നു. ആരാണ് കടന്നു വന്നു? ഉപ്പ കടന്നു വന്നില്ലേ? ഉപ്പ കടന്നു വന്നു എന്നുള്ള ഒരു ഭാഗം നമ്മുടെ അധ്യായത്തിലുണ്ട്. ഉപ്പ കടന്നു വന്നു. അപ്പം നമ്മൾ ഈ സെൻറ്റൻസ് ഉണ്ടാക്കി. ഉപ്പ കടന്നു വന്നു എന്ന് എഴുതിയാൽ മതി. ഇവിടെ വരുന്നു എന്നുണ്ട്, പക്ഷെ നമുക്ക് എഴുതേണ്ടത് വാചകം എന്തുള്ളൂ? വന്നു എന്ന് എഴുതേണ്ടതുള്ളൂ. അപ്പോൾ അതും നമുക്ക് സെറ്റായി ഇൻഷാ അല്ലാ. ഇനി നമുക്കൊരു ട്രാവലോഗ് എഴുതാണ്. തഖ്സീസ്, നിങ്ങൾ നടത്തിയ യാത്രയുടെ കുറിപ്പ് തയ്യാറാക്കും. ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ട്രാവലോഗ് എന്ന് പറയാം. ആ ട്രാവലോഗ് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് അതേപോലെ അറബി മലയാളത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു ഹിൽ സ്റ്റേഷൻ യാത്രയാണ്. ഞങ്ങളുടെ അവധിക്കാല യാത്ര ഈ വർഷം മൂന്നാറിലേക്ക് ആയിരുന്നു. പകൽ 10 മണിക്ക് സുഹൃത്തുക്കളോടൊപ്പം യാത്ര ആരംഭിച്ചു. പാതയിലെ കാഴ്ചകളും തണുപ്പും ഹൃദയം നിറച്ചു. ചായത്തോട്ടങ്ങളും ജലപാതങ്ങളും കണ്ടപ്പോൾ കുട്ടികൾ ഏറെ ആഹ്ലാദിച്ചു. ഹോട്ടൽ മുറിയിൽ നിന്ന് കാണാവുന്ന മലമുകളിൽ മേഘങ്ങൾ തൊടുന്ന പോലെ തോന്നി. രാത്രിയിൽ ക്യാമ്പ് ഫയർ നടത്തി. പിന്നെ ആ യാത്രയുടെ ഓർമ്മകളിൽ മുഴുകി നാം വീട്ടിലേക്ക് മടങ്ങി. ഇതൊരു സന്തോഷവും ശാന്തതയും നിറഞ്ഞ യാത്രയായിരുന്നു. വളരെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ട്രാവലോഗ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുക. യാത്രാ വിവരണം എന്ന് പറയും. ഞാൻ കുറച്ച് അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധിതമായിട്ടും പാലിക്കേണ്ട നിയമങ്ങളാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു അവയർനെസ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സൂചകമായി നൽകുന്ന സൂചകങ്ങൾ, ഇവിടെ ഇതുണ്ട് അവിടെ അതുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൂന്നാമത്തത് വിവര ചിഹ്നങ്ങൾ. ഇവിടെ ഹോസ്പിറ്റലുണ്ട്, ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്. അതിനാണ് നമ്മൾ പറയുന്ന വിവര ചിഹ്നങ്ങൾ. ഇങ്ങനെയുള്ള 3 ഐറ്റംസിലുള്ള ട്രാഫിക് നിയമങ്ങളാണ് നമുക്കുള്ളത്. നമ്മളെല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. 18 വയസ്സാകുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് കാറും ബൈക്കും എല്ലാം ഓടിച്ച് സെറ്റാകണം കേട്ടോ. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.